ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് സ്കാലപ്പ് എങ്ങനെ ചെയ്യാമെന്നുള്ള വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത്. നല്ല സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പക്ഷേ ഫസ്റ്റ് ടൈമാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. രണ്ടാമത്തെ മൂന്നാമത്തെ ഒക്കെ പ്രാവശ്യം നമ്മൾ ചെയ്തെടുക്കുമ്പോൾ നല്ല ഈസി ആയിട്ട് തന്നെ തോന്നും. നല്ല ക്ഷമയോടെ നല്ല ടൈം എടുത്ത് ചെയ്യുകയാണെങ്കിൽ അത്രയും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ആദ്യം തന്നെ അതിനൊരു പാറ്റേൺ കട്ട് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ കോയിനോ അല്ലെങ്കിൽ ഒരു ക്യാപ്പൊക്കെ വെച്ചിട്ട് വരച്ചെടുക്കുകയാണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഒന്ന് വലുതും ചെറുതുമായി പോകാൻ എന്തായാലും ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനൊരു പാറ്റേൺ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണമെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഞാൻ ചെയ്ത സമയത്ത് A4 ഷീറ്റിലാണ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. ആ സമയം ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ന്യൂസ് പേപ്പറിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. കണ്ടോ, ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് എല്ലാതും കറക്റ്റ് ഒരേ അളവിലാണ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ ഇത് A4ലാണ് വരച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് പിന്നെ നമ്മൾ ഒരു പേന വെച്ചിട്ട് വരച്ചെടുക്കുകയാണ് വേണ്ടത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഓരോന്നും നല്ല പോലെ തെളിഞ്ഞ് കാണും. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ വളയാനും തിരിയാനും ഒന്നും പോവില്ല. അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു ഐഡിയ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ എന്തായാലും ഒന്ന് വലുതും ചെറുതുമായി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇത് ബട്ടൺ ഹൗസിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ ഈ ഒരു പേന. അപ്പോൾ നമുക്ക് ഷാളിൽ എവിടെയാണോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഭാഗത്ത് നിന്ന് 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ച് വിട്ടിട്ട് വേണം നമ്മൾ ഈ പാറ്റേൺ ഇതുപോലെ വരച്ചെടുക്കാനായിട്ട്. അല്ലെങ്കിൽ നമുക്കിത് സോൾഡറിങ് അയൺ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാനുള്ളതാണ്. ആ സമയത്ത് നമുക്ക് കട്ട് ചെയ്യാനായിട്ടുള്ള സ്പേസ് ഇല്ലാതെ പോകും. അപ്പോൾ അതിൻ്റെ ഒരു പെർഫെക്ഷൻ നഷ്ടപ്പെടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/2 ഇഞ്ച് എന്തായാലും നമ്മൾ ഇവിടെ ഇങ്ങനെ വിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ 1 ഇഞ്ച് എന്തായാലും വിട്ട് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് പുറത്തൊക്കെ സ്കാലപ്പ് ചെയ്യാനായിട്ട് 1 മീറ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ 100 രൂപയാണ് തോന്നുന്നു. അപ്പോൾ ഒരു ഷാൾ ഫുള്ളായിട്ട് ചെയ്തെടുക്കാനായിട്ട് എന്തായാലും നല്ല എക്സ്പെൻസ് വരും. ഫാഷൻ മേക്കർ കയ്യിലുണ്ടെങ്കിൽ എന്തായാലും നമുക്കത് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ 4 ഭാഗം ഞാൻ ഇതുപോലെ വരച്ചെടുക്കുന്നുണ്ട്. കുറേ അധികം ടൈം എടുക്കും കേട്ടോ ഇത് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ ഇതുപോലെയുള്ള ത്രെഡാണ് വാങ്ങിച്ചിട്ടുള്ളത്. ബട്ടൺ ഹൗസിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഒരു ത്രെഡിന് 15 രൂപയാണ് ഉള്ളത്. സിൽക്കിൻ്റെ ത്രെഡിലാണ് ശരിക്കും ഈ സ്കാലപ്പ് ചെയ്തെടുക്കാറുള്ളത്. അപ്പോൾ ഈ ത്രെഡ് കിട്ടിയപ്പോൾ ഞാനിത് വെച്ചൊന്ന് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. ത്രെഡ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ ചെയ്യാനായിട്ട്. അപ്പോൾ ത്രെഡ് ഇട്ട് കൊടുത്തു. പിന്നെ ഈ സിഗ്സാഗിൻ്റെ ഓപ്ഷന് ഞാൻ 1ലാണ് വെച്ചിട്ടുള്ളത്. കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഇത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ചെറിയ സ്റ്റിച്ചിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നില്ല. പിന്നെ ഈ ടെൻഷൻ്റെ ഭാഗം 4 0ലാക്കി വെക്കുക. പിന്നീട് നമ്മൾ അടിഭാഗത്ത് പേപ്പർ എന്തായാലും വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ഇതുപോലെ സ്മൂത്തായിട്ട് കിട്ടില്ല. അപ്പോൾ ഞാൻ അടിഭാഗത്ത് ന്യൂസ് പേപ്പറാണ് വെച്ചിട്ടുള്ളത്. 2 ഫോൾഡാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. ഒരു ഫോൾഡാകുമ്പോൾ പെട്ടെന്ന് തന്നെ കീറി പോകുന്നുണ്ട്, അപ്പോൾ പറ്റുന്നില്ല. അപ്പോൾ 2 ഫോൾഡാക്കിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. A4 ഷീറ്റാണെങ്കിൽ ഒരു ഷീറ്റ് മതിയാവും. അത് നല്ല പെർഫെക്ഷനായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതുപോലെ നല്ല സ്ലോ ആയിട്ട് തന്നെ നമ്മൾ ചെയ്തെടുക്കണം. ബാക്ക് വശത്തും ഫ്രണ്ട് വശത്തും കൈ ഇതുപോലെ വെച്ചിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട്. മുകൾ ഭാഗത്ത് മാത്രമാണ് ഞാൻ ഇതുപോലെയുള്ള ത്രെഡ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അടിഭാഗത്ത് സാധാരണ നമ്മുടെ മെഷീൻ ത്രെഡാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയി. പിന്നെ ഷിഫോണിൻ്റെ മെറ്റീരിയൽ അല്ല ഇത് വേറൊരു തരം സിൽക്കിൻ്റെ മെറ്റീരിയലാണ്. എന്നാലും വലിയ കുഴപ്പമില്ലാതെ ചെയ്തെടുത്തിട്ടുണ്ട്. ഗ്യാപ്പുകൾ നല്ലപോലെ ഫില്ലാക്കണമെങ്കിൽ നല്ല സ്ലോ ആയിട്ട് തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കണം. ബാക്ക് വശത്തും ഫ്രണ്ട് വശത്തും ഇതുപോലെ കൈ വെച്ചിട്ട് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. അത്രയാണ് പണിയുള്ളത്. അങ്ങനെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അടിഭാഗത്തുള്ള പേപ്പറൊക്കെ ഇതുപോലെ മാറ്റി കൊടുക്കണം. ഈ ത്രെഡ് വെച്ചിട്ട് ഞാൻ 2 ത്രെഡ് വെച്ചിട്ടാണ് കേട്ടോ ഈ ഷാൾ ഫുള്ളായിട്ടും ചെയ്തെടുത്തിട്ടുള്ളത്. അത് അടിഭാഗത്തെ ത്രെഡ് നമ്മുടെ സാധാരണ സ്റ്റിച്ചിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ത്രെഡ് ആയതുകൊണ്ട് അതാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മുകളിൽ മാത്രമാണ് ഈ ത്രെഡ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ടായിരിക്കണം 2 മാത്രമാണ് വേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ 4 ഭാഗം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് സോൾഡറിങ് അയൺ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അത് നല്ലപോലെ ചൂടായി കിട്ടണം, അപ്പോഴാണ് ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. പിന്നെ സോൾഡറിങ് അയൺ ഇല്ലെങ്കിൽ നമുക്ക് കത്രിക വെച്ചിട്ട് ഈ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തെടുക്കാം. പിന്നെ ബാക്കി വരുന്ന ഭാഗങ്ങൾ ലൈറ്റർ വെച്ചിട്ട് ഉരുക്കി കൊടുത്താലും മതി. അപ്പോഴും നല്ല പെർഫെക്ഷൻ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ സോൾഡറിങ് അയൺ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇത് ഇലക്ട്രിക് ഷോപ്പിൽ നിന്നാണ് നമ്മൾ വാങ്ങാറുള്ളത് കേട്ടോ. അപ്പോൾ വാങ്ങുന്ന സമയത്ത് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം ഇത്ര ഷാർപ്പായിട്ട് കിട്ടില്ല. അപ്പോൾ നമ്മളൊരു 70 രൂപ കൊടുത്തിട്ട് ഒരു പുതിയ നിബ് വാങ്ങിയിട്ട് ഇതിനിടുകയാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ഇതാ കട്ട് ചെയ്തെടുക്കാനായിട്ട് പോവുകയാണ്. ടേബിളിൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് എനിക്ക് അത്ര കംഫർട്ടായിട്ട് തോന്നാറില്ല. ഇങ്ങനെ കയ്യിൽ പിടിച്ച് ചെയ്യുന്ന സമയത്താണ് എനിക്ക് നല്ല പെർഫെക്ഷനായിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കട്ടെ. അങ്ങനെ ഫുള്ളായിട്ട് ഇപ്പോൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്കാലപ്പ് വർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീഡിയോ ഉപകാരപ്രദമായും തോന്നുകയാണെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.